ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരാണ് കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു വെറുതെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണം കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ടാക്കുന്നില്ലേ ആ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ ചെറുതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അത് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതാ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്ക് മുഴുവൻ ചിക്കനിലും ചെയ്തെടുക്കട്ടോ. ഇത് മുഴുവൻ ചിക്കനിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കന് വരട്ട് കൊടുക്കണേ, അത് മറന്നു പോകരുത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജാറെടുത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയില്ലേ അതാണ് എടുത്തത് കേട്ടോ. പിന്നെ ചുവന്നുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. പക്ഷെ ടേസ്റ്റ് ഈ ഒരു ചുവന്നുള്ളിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു കൈപ്പിടി നിറയെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളി, ഒരു വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി വേണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബിരിയാണി മസാലപ്പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വിനാഗിരിയാണ്, ഒരു 1.5 ടീസ്പൂണ് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടിയത് കാശ്മീരി മുളകാണ് കേട്ടോ. കാശ്മീരി മുളക് ഇല്ലെങ്കിൽ കായ്മുളക്, സാധാ കായ്മുളകില്ലേ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇത് രണ്ടും ഇല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി. പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എരിവുള്ളത് കാരണം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് കാശ്മീരി മുളകാണ് കേട്ടോ നല്ലത്. ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക കാശ്മീരി മുളകാണ്. പിന്നെ ഇതാ ഞാനൊരു 10-15 കാശ്മീരി മുളകും അതുപോലെ തന്നെ 3 സാധാ കായ് മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഈ ഒരു കായ്മുളക് ഒരു 1/4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പെരക്കിയെടുക്കാം. ഇത് നല്ലോണം കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ. ആ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം നമുക്കിതൊന്ന് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ മസാലയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ചിക്കൻ്റെ അടുത്തുണ്ട് കേട്ടോ. മുഴുവനായിട്ട് കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിലും അടുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വേവ് ഓരോ കുക്കറിനനുസരിച്ച് ഓരോ വിധത്തിലായിരിക്കും. അപ്പോൾ അഥവാ വെന്തിക്കില്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും കൂടി അടുപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ചിക്കന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല അതിന് കേട്ടോ. ഇത് ചിക്കൻ്റെ അകത്തു നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനിതാ നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് ചിക്കൻ കഷ്ണങ്ങളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നല്ലോണം തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ വരെ ഞാൻ ഇതിൻ്റെ അകത്തിട്ട് വേവിച്ചെടുത്തിന്. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്.
ഒരു പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഈ ഒരു റെസിപ്പിക്ക് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക, സൺഫ്ലവർ ഓയിൽ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ. അധികം നേരം മുരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അവിടെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. പിന്നെ ഇത് ചിക്കന് വെന്തതാണെന്നല്ല, അതുകൊണ്ട് തന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ ഒന്നും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം ഇത് കളർ മാറി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലോണം കളറൊക്കെ മാറിയിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇത് തെറിക്കുന്നതിനാണ് കേട്ടോ മൂടി വെച്ചത്. അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ ചിക്കനും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ബാക്കി വന്ന ഓയിൽ കളയണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വറ്റി ഒന്ന് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാൻ വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടാവും. അപ്പോൾ മുഴുവൻ വെള്ളവും ഇതിൽ നിന്ന് നല്ലോണം വറ്റി വരണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം വറ്റി കുറച്ച് മാത്രം മതി കേട്ടോ വെള്ളത്തിൻ്റെ അംശം. അപ്പോൾ അത്യാവശ്യം വറ്റി വരുന്നുണ്ട്. ഗ്രേവി നല്ലോണം വറ്റി ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണെന്നോ നോക്കുക. ഇല്ലെങ്കിൽ കുറച്ചും കൂടി വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം വറ്റി വന്നിട്ട് ഇത് ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവി ഇതിൻ്റെ അകത്തൊന്ന് പിടിച്ച് വരണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നല്ലോണം വറ്റിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.